ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചിരുന്നത് ദാവീദിൻ്റെ പാപത്തെക്കുറിച്ചും അത് നിമിത്തമുണ്ടായ പരിണിത ഫലത്തെക്കുറിച്ചുമാണ്. ദാവീദ് തൻ്റെ പാപത്തെ അതിവിദഗ്ധമായി ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചു. ദൈവത്തിൽ നിന്ന് അത് താൻ മറച്ചു വെക്കുവാൻ വിജയിച്ചുവെന്ന് ദാവീദ് വിചാരിച്ചു. അങ്ങനെ വളരെ കഠിനമായ പാപങ്ങൾ ആണ് ദാവീദിൻ്റെ പക്കൽ നിന്ന് വന്നതെങ്കിലും തൻ്റേതായിട്ടുള്ള ബുദ്ധിയും സാമർഥ്യവും ഉപയോഗിച്ച് അവ ജനങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും മറച്ച് അവൻ മുൻപോട്ട് പോവുകയാണ്. യൂരിയാവിൻ്റെ ഭാര്യയായ ബത്ശബയിൽ നിന്ന് അവന് ജനിച്ച കുഞ്ഞിനെ ദൈവം സന്ദർശിക്കുമെന്നും അവൻ ആ കുഞ്ഞ് മരിച്ചു പോകുമെന്നും കൽപ്പിച്ചു. നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദാവീദ് ചെയ്ത പാപങ്ങൾ എന്താണ്? പലസ്തീനിലെ പുൽമാലികളിൽ നിന്നാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നത്. തൻ്റെ 8 മക്കളിൽ ഞാൻ പറയുമ്പോൾ ഇശ്ശായിയുടെ 8ാമത്തെ പുത്രനായ ദാവീദ് ഒരു ഇടയച്ചെറുക്കൻ മാത്രമായിരുന്നു. എന്നാൽ ദൈവം അവനെ കോരിയെടുത്ത് ഇടയച്ചെറുക്കൻ്റെ പദവിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലേക്ക് വഴി നടത്തി. അവൻ രാജാവാണ്, ദൈവത്തിൻ്റെ നീതി നടപ്പാക്കേണ്ടുന്നവനാണ്. ആ ദാവീദാണ് പാപത്തിൽ വീഴുക മാത്രമല്ല, പാപം ചെയ്യുകൂടെ ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയാണ്. കൊലപാതകം ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, അവൻ കൊല ചെയ്യുകയാണ്. അക്ഷരാർത്ഥത്തിൽ തൻ്റെ സൈന്യാധിപനായ യോവാബിനെ കൊണ്ട് അതിക്രൂരമായ രീതിയിൽ തന്നോട് വിശ്വസ്ത പുലർത്തുന്ന, തനിക്ക് വേണ്ടി ജീവൻ വെച്ച് തൻ്റെ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി യുദ്ധമുന്നണിയിൽ പടവെട്ടുന്ന യൂരിയാവിനെ അവൻ വെട്ടിക്കൊല്ലുവാൻ കൽപ്പിച്ച് അങ്ങനെ അവൻ കൊല ചെയ്യപ്പെടുകയാണ്. അങ്ങനെ വ്യഭിചാരവും കൊലപാതകവും വഞ്ചനയും എല്ലാം ആയി മുൻപോട്ട് പോകുമ്പോൾ പ്രജകളുടെ മുൻപിൽ അവൻ വളരെ നല്ല മനുഷ്യനാണ്. കാരണം തൻ്റെ പടയാളിയായ യൂരിയാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ യൂരിയാവിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കാനുള്ള സന്മനസ്സാണ് ദാവീദ് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ അവരൊക്കെയും ദാവീദിന് മഹാമനസ്കത വാഴ്ത്തുകയാണ്. ഇപ്പോൾ ദാവീദ് വിചാരിച്ചു, ജനങ്ങളെ കബളിപ്പിക്കുന്നത് പോലെ ദാവീദിന് ദൈവത്തെയും കബളിപ്പിക്കുവാൻ കഴിയുമെന്ന്. ദൈവം മൗനമായിരുന്നു. ബത്ശബ പ്രസവിച്ചു, ഒരാൺകുഞ്ഞിനെ തന്നെ പ്രസവിച്ചു. അങ്ങനെ ബത്ശബയുടെയും ദാവീദിൻ്റെയും കുടുംബജീവിതം സന്തോഷത്തിൻ്റേതായിട്ടുള്ള ദിവസങ്ങളിൽ കൂടി മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവം തൻ്റെ പ്രവാചകനായ നാഥാനെ ദാവീദിൻ്റെ അടുക്കൽ അയക്കുന്നത്. ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് പ്രവാചകൻ വിരൽ ചൂണ്ടുമ്പോൾ ദാവീദിന് തൻ്റെ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, ദൈവം തൻ്റെ പാപം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുമ്പോൾ നാഥാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ദൈവം നിൻ്റെ പാപം ക്ഷമിക്കും, പക്ഷേ നിൻ്റെ കുഞ്ഞ് മരിച്ചു പോകും. 2 ശമൂവേൽ 12-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി യൂരിയാവിൻ്റെ ഭാര്യ ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ സന്ദർശിച്ചു. അതിനെ കഠിനമായ രോഗം ബാധിച്ചു. We've seen yesterday how David fell into sin. The sin of adultery, the sin of murder. So, David thought by his very clever actions, like making Bathsheba his own wife, he could show to the people that he loves his soldier so much, and when the soldier was killed, he took his wife for his own wife. What a kind and large-hearted man. So, David thought he could fool God also in the same way.
And we find God being silent. In spite of all these cruel acts, God was silent. David had asked Uriah to be killed. God was silent. Uriah was killed and days were rolling by. And we find Bathsheba giving birth to a son. And the happiness of David and Bathsheba was great. But one day, God sent his prophet Nathan and he convicts David. David understood where exactly he had fallen. And he cries out to God to forgive his sins. But we find God telling him, see, your sins are forgiven, but your child, which is born in sin, will die. അതായത് നിനക്ക് ജനിച്ച കുട്ടി മരിച്ചു പോകും എന്ന് വളരെ വ്യക്തമായിട്ട് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ കുഞ്ഞിന് അതികഠിനമായ രോഗം ബാധിച്ചപ്പോൾ ദാവീദിന് വേണമെങ്കിൽ ആ രാജ്യത്തെ ഏറ്റവും വിദഗ്ധ വൈദ്യന്മാരെ വിളിച്ച് കുഞ്ഞിനെ ചികിത്സിക്കുവാൻ തക്കവണ്ണം ക്രമീകരണങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ അപ്രകാരം സൗഖ്യം ലഭിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ ദാവീദ് ഒന്നും കൂട്ടാക്കിയില്ല. ദാവീദ് എന്താണ് ചെയ്തത്? 2 ശമൂവേൽ 12 അധ്യായം 16 വാക്യം വായിക്കുമ്പോൾ ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിച്ചു, അകത്ത് പ്രവേശിച്ച് രാത്രി മുഴുവൻ നിലത്ത് കിടന്നു. He cried before God for his son and he was fasting and he was lying down the whole night and crying out to God. He knew that God is a compassionate God. Though God be angry, he will be only angry for a small time. And he would definitely relent to the repentance of his children. So David was fasting and praying. And we find that on the 7th day, the child had died. 2 ശമൂവേൽ 12 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. ദാവീദ് ഏറ്റവും എളിമപ്പെട്ട് അവൻ നിലത്ത് കിടന്ന് ഉപവസിക്കുകയാണ്. നിലത്ത് കിടന്നെന്ന് പറയുമ്പോൾ രട്ടും വെണ്ണീറും പൊതിച്ച് അവൻ കിടക്കുകയാണ്. അവൻ ഉപവസിച്ചുകൊണ്ട് നിലത്ത് കിടന്ന് നിലവിളിക്കുകയാണ്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. 51-ാം സങ്കീർത്തനം 2-ാം വാക്യം. 51-ാം സങ്കീർത്തനം അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. പാപത്തിൽ വീണുപോയ ദാവീദിൻ്റെ നിലവിളിയുടെ സങ്കീർത്തനമാണ്. അവൻ നിലവിളിക്കുകയാണ്, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, പാപത്താൽ ഞാൻ മലിനപ്പെട്ടിരിക്കുന്നു, എന്നെ അങ്ങ് നന്നായി ഒന്ന് കഴുകണം. മാത്രമല്ല 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. ഞാൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് എനിക്ക് സദാ ദുഃഖമാണ്, അതെപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. 9-ാം വാക്യം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, എൻ്റെ പാപങ്ങൾ കാണാതിരിക്കേണ്ടതിന് നിൻ്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണം. എൻ്റെ പാപം നീ കാണരുത്, അതിനാൽ നിൻ്റെ മുഖത്തെ നീ മറച്ചു കളയണമേ, എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണം. അങ്ങനെ തൻ്റെ പാപങ്ങളെക്കുറിച്ച് സത്യമായി വ്യക്തമായി ദുഃഖിക്കുന്ന ദാവീദിനെ നമ്മളിവിടെ കാണുന്നത്. ദൈവം തൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് ദാവീദ് ഉപവസിക്കുന്നത്. തൻ്റെ ഭൃത്യന്മാരെല്ലാം തൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിക്കുമ്പോൾ ദാവീദ് ഭക്ഷണം കഴിക്കാതെ നിലത്ത് കിടന്ന് ഉപവസിക്കുകയാണ്. ദിവസങ്ങൾ എങ്ങനെ കഴിഞ്ഞുപോയി. 7-ാം ദിവസം കുഞ്ഞ് മരിച്ചുപോയി. We find David starting a fast because his son was grievously ill. He knew that no worldly treatment can save his son because Nathan had spoken that to him. He will not die, but his son will be visited by God. So we find here the son suffering, and the child is severely sick.
he was fasting and he was lying down the whole night and he was crying out before God. But in spite of all his repentance and all his cries, we find that the child was dead on the seventh day. And immediately what did David do? Got up, he changed his clothes, washed himself and broke his fast. ദാവീദ് എന്താണ് ചെയ്തത്? തൻ്റെ ഉപവാസത്തിൻ്റെ അവസാനം കുഞ്ഞു മരിച്ചു പോയതാണ്. താൻ ഉപവാസം അവസാനിപ്പിക്കുന്നത് കുഞ്ഞു മരിച്ചുപോയെന്ന് അറിഞ്ഞതിന് ശേഷമാണ്. അതിനെക്കുറിച്ച് അവരോട് പറയുവാൻ അവൻ്റെ ഭൃത്യന്മാർക്ക് ധൈര്യം പോരായിരുന്നു. കാരണം ദാവീദ് അത്രമാത്രം ദുഃഖിതനായിരുന്നു. എങ്കിലും വിവരം അറിഞ്ഞ ദാവീദ് തൻ്റെ മക്കൾക്ക് വേണ്ടി വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്യുകയാണ്. അത് നമുക്ക് മാതൃകയാകണം. പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപവസിച്ച് കഴിഞ്ഞാൽ വിഷയം പെട്ടെന്ന് നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നാം വിചാരിച്ചതിനും പ്രാർത്ഥിച്ചതിനും വിപരീതമായിട്ട് കടന്നു വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. ദാവീദ് നിരാശയിലാണ്. We find David fasting before God. He agrees all his sins. Rather, he repents for all his sins. And he was crying out to God. But we don't find God responding to his prayers. And we find that on the seventh day, the child passed away. And immediately, David got up, washed himself, and broke his fast. So we find, though the result was negative, we find David still trusting in the Lord, still loving the Lord in the same way or even more. He knew the love of Jesus. And in the fasting, we find that he had repented. He had cried out to God, wash me, make me clean. He knew his sins. It's not because that he didn't pray well that God did not answer. God has a specific purpose, as I told you, for different durations of fastings. God was silent and David was continuing his fast. And on the seventh day, the child passed away. കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞ ഉടൻ ദാവീദ് വസ്ത്രം മാറി, കുളിച്ചു, തൈലം പൂശി, എന്നിട്ട് ദേവാലയത്തിലേക്ക് പോയി ദൈവത്തെ ആരാധിക്കുകയാണ്. അവൻ ഭക്ഷണം കഴിച്ച് അവൻ്റെ ഉപവാസം അവസാനിപ്പിക്കുന്നു. ദൈവഹിതത്തിനായിട്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് ദാവീദ് മുൻപോട്ട് പോയി. At the end of the 7 days, we find David lost his son, but he was not upset, or rather he was not angry with God, but he got up, he changed his clothes, washed himself, and broke his fast. And this is some great trait that we find in David. He submitted and surrendered to the will of God. That's what is important. Though he lost his son, in spite of his 7-day fasting, we find that David had surrendered himself to the will of God, because he knew that God will do only good for him. അത് കഴിഞ്ഞതിന് ശേഷം ദാവീദ് വീണ്ടും ബത്ശേബയുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭിണിയായി. അവൾ വീണ്ടും ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ദാവീദ് അവന് ശലോമോൻ എന്ന് പേരിട്ടു. എന്നാൽ വളരെ പ്രധാനമായിട്ട് അതിനോടൊപ്പം തന്നെ തിരുവചനത്തിൽ നാം കാണുന്ന ഒരു കാര്യം, യഹോവ അവനെ സ്നേഹിച്ചു എന്നതാണ്. ആദ്യത്തെ കുഞ്ഞിനെ യഹോവയാം ദൈവം ബാധിച്ചാണ് ആ കുഞ്ഞ് മരിച്ചത്. ദാവീദ് 7 ദിനരാത്രങ്ങൾ ഉപവസിച്ചിട്ടും ആ കുഞ്ഞ് മരിച്ചുപോയി. എന്നാൽ ഇപ്പോൾ ബത്ശേബ പ്രസവിച്ച ആൺകുഞ്ഞിനെ ദൈവം സ്നേഹിക്കുകയാണ്, ദൈവം അനുഗ്രഹിക്കുകയാണ്. We find that when the child died, David stops his fasting. He changes his clothes and then anoints himself and goes to the temple and worships God. And then we see him going to his wife and he comforts her. She is pregnant again
and gave birth to a son whom David had named Solomon. And God loved this son, so he gave him another name, Yedidyav. അങ്ങനെ ദാവീദിൻ്റെ പാപം ദൈവം ക്ഷമിച്ചുവെങ്കിലും കുഞ്ഞു മരിച്ചു പോകും എന്ന് പറഞ്ഞതനുസരിച്ച് കുഞ്ഞു മരിച്ചുപോയി. പക്ഷേ ബത്ശേബ വീണ്ടും ഗർഭിണിയാകുമ്പോൾ അതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദാവീദ് അവളെ സമർപ്പിച്ചു, പ്രസവിച്ചു. ആ കുഞ്ഞിന് ദാവീദ് ശലോമോൻ എന്ന് പേരിട്ടു. ദൈവം അവരെ സ്നേഹിച്ചു. എന്നിട്ട് ദൈവം ആ കുഞ്ഞിനൊരു പേര് നൽകി, യദീദ്യാവ്. ശലോമോന് ദൈവം നൽകിയ പേരാണ് യദീദ്യാവ്. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ വാസ്തവത്തിൽ അനുഭവമാക്കുന്നത് ശലോമോൻ്റെ ജനനത്തിലൂടെയാണ്. ദൈവം ശിക്ഷ നടപ്പാക്കി, എങ്കിലും ദൈവത്തിൻ്റെ മനസ്സലിവാണ് ദാവീദിന് വീണ്ടും ഒരു പുത്രനെ നൽകുവാനും അവനെ വളർത്തുവാനും ലോകത്തിലെ ജ്ഞാനികളിൽ ജ്ഞാനിയായി തീരുവാനുമൊക്കെയും മുഖാന്തരം ഒരുക്കപ്പെട്ടത്. മാത്രമല്ല ദൈവം അവനെ സ്നേഹിക്കുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ദൈവം സ്നേഹിക്കുന്നു, അത് വലിയൊരു പദവിയാണ്. ആ ദൈവമാണ് ശലോമോനെ വളർത്തുകയും ഉയർത്തുകയും ചെയ്തത്. സോ വി ഫൈൻഡ് Solomon's birth, and again we find an important aspect that God loved David's son, the newborn baby of David, and God names him Yedidiah. So though the fasting prayer was initially not brought any good to David or his people, it was that fasting prayer that had changed the course of David's life. He got a new son in the place of the one that was lost. And God named him Yedidiah. It's not David who named him, but God named him Yedidiah. He had the great privilege of trusting God, having stupendous faith in God. So though in his fast he could not attain immediately his target, we find God anointing on his servants, blessings after the fasting. ദാവീദ് 7 ദിവസം ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവപ്പെട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ദാവീദ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് കുഞ്ഞിൻ്റെ ജീവൻ മടക്കി കൊടുക്കണമെന്നാണ്. പക്ഷേ ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. എന്നാൽ കുഞ്ഞ് മരിച്ചതിന് ശേഷം ബത്ശേബ വീണ്ടും ഗർഭിണിയാവുകയും അവൾ ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനാണ് ശലോമോൻ. ആ ശലോമോനെ ദൈവം സ്നേഹിച്ചു. ആ സ്നേഹിച്ച ദൈവം ശലോമോന് നൽകിയ പേരാണ് യദീദ്യാവ്. അങ്ങനെ ദാവീദ് പാപം ചെയ്തുവെങ്കിലും വീണ് പോയെങ്കിലും അവൻ വീണ്ടും ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിൽ നിൽക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. Though David and Bathsheba had sinned, we find that God had forgiven their sin. And though the firstborn was taken away, stricken by God, and he died, we find the second son being loved by God. Twice it is written, God loved him, God loved him. And love as a manifestation. God gives him a name, Yedidiah. So from here we find that fasting definitely brings about blessings. ഉപവാസം തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ പകരുന്നുണ്ട്. നാം കാണുമ്പോൾ ഉപവസിച്ച ഉടൻ മറുപടി ലഭിച്ചില്ല എന്നിരിക്കും, അല്ലെങ്കിൽ ഉപവസിച്ച വിഷയത്തിനുടനെ മറുപടി ലഭിച്ചില്ല എന്നിരിക്കും. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ അവൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവൻ അനുഗ്രഹവും പ്രാപിക്കുകയാണ്. ദൈവം അവനെ സ്നേഹിതനെന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഒരിക്കലും ദാവീദ് ഇപ്രകാരമുള്ള പാപം ചെയ്തിട്ടില്ല.
അവൻ്റെ ജീവിതത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ വന്നുപോയ ആ പാപം ക്ഷമിക്കുവാനായിട്ട് അവൻ ദൈവസന്നിധിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ദൈവം അവന് മറ്റൊരു മകനെ നൽകുക മാത്രമല്ല, അവൻ ഉപവസിച്ച ഉപവാസത്തിൽ അവൻ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി ലഭിക്കുകയൂടെ ചെയ്യുകയാണ്. അവൻ്റെ അകൃത്യം പോക്കി, അവൻ്റെ പാപം ക്ഷയിച്ച്, അവനെ നന്നായി കഴുകി അവൻ വീണ്ടും ഒരു പിതാവാകുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചു. എൻ്റെ നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ ഉപവാസങ്ങൾ ഒരിക്കലും ഫലം തരാതെ പോവുകയില്ല. നാം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ കാര്യങ്ങൾ ഉപവാസ പ്രാർത്ഥനയും ദൈവം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കും, നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും, നമ്മിൽ പ്രവർത്തിക്കും. അപ്രകാരമുള്ള ദൈവത്തിൻ്റെ വിളികൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, ദാവീദിൻ്റെ സപ്തദിന ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. അതിൽ കർത്താവെ പ്രത്യക്ഷത്തിൽ അനുഗ്രഹങ്ങളൊന്നുമില്ല എങ്കിലും കാലക്രമേണ കർത്താവെ അത് അവൾക്ക് അനുഗ്രഹമായി തീരുവാൻ അങ്ങ് പ്രസാദിച്ചു. ശലോമോൻ രാജാവ് ജനിക്കുകയും ഹല്ലേലൂയ കർത്താവെ അവന് വിശ്വവിശ്രുതനായി വളരുകയും ചെയ്തത് ഹല്ലേലൂയ മാതാപിതാക്കന്മാർക്ക് കർത്താവെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട സ്ഥാനത്ത് അവരുടെ സങ്കടം മനസ്സിലാക്കി നീ അവർക്ക് മറ്റൊരു കുഞ്ഞിനെ കൊടുത്തു. അവൻ വിശ്വപ്രസിദ്ധനായി വളർന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളുടെ മക്കളെ തിരുത്തുവാനും നിൻ്റെ കൃപയിൽ വളർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇവരെ കേട്ട എല്ലാവരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ പൊന്നുനാമം ശ്രമോഹത്തപ്പെടുവാൻ കൂടുതലായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.